നമ്മുടെ മൊബൈലിൽ നിന്നും നമ്മൾ ഒരുപാട് കോളുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും കോൾ വരാറുണ്ട്, മിസ് കോൾ വരാറുണ്ട്, നമ്മൾ അങ്ങോട്ടും മിസ് കോൾ അടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് SMS വരാറുണ്ട്. എന്നാൽ നമ്മൾ ഫോൺ വാങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള കോൾ ഹിസ്റ്ററി നമുക്ക് മൊത്തമായിട്ടും എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും? അതല്ലെങ്കിൽ മറ്റൊരു ഫോണിലുള്ള കോൾ ഹിസ്റ്ററി എടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു PDF ഫയലായിട്ട് എങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് നമ്മുടെ മൊബൈലിൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. E2PDF എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇത് തുറന്ന ഉടനെ കാണുക. താഴെ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കുന്നുണ്ട് SMS, അതുപോലെ തന്നെ ജനറൽ കോൾ ലോഗ്, അതുപോലെ തന്നെ കോണ്ടാക്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജനറൽ കോൾ ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നതും പോയതും മിസ് കോളും ഒക്കെ ഉള്ള കോളാണ് ഇവിടെ ജനറൽ കോൾ ലോഗ് എന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ SMS ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PDF ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. കോണ്ടാക്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജനറൽ കോൾ ലോഗാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കുന്നുണ്ട് കോൾ ലോഗ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓൺലി ഡയൽഡ് കോൾസ്, അതുപോലെ തന്നെ ഓൺലി റിസീവ്ഡ് കോൾസ്, ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. കോൾ ലോഗ് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്. പിന്നെ അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഞാനിവിടെ ഫൈസൽ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു പേര് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ള കോൾ ലോഗുകളാണ്, കോൾ ഡീറ്റെയിൽസുകളാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്ന് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക. അതായത് ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ 2020, അതായത് 19 സെപ്റ്റംബർ 2020 മുതൽ 19 സെപ്റ്റംബർ 2021 വരെ ഒരു വർഷത്തെ കോൾ ലോഗുകൾ മൊത്തം എനിക്ക് വേണമെന്നാണ്. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ്. അതിനുശേഷം നിങ്ങളിവിടെ എക്സ്പോർട്ട് ടു PDF എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് കോൾ ലോഗുകൾ മാത്രമേ ഇതിൽ നിന്നും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെയിം എന്ന ഭാഗം. അവിടെ പേര് ഉള്ളവർക്ക് ഇപ്പോൾ പേര് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പേരൊന്നും ഇല്ലെങ്കിൽ വെറും നമ്പർ മാത്രമാണ് ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. തൊട്ട് ഇപ്പുറത്തെ കോളത്തിൽ ഫോൺ നമ്പർ മാത്രമാണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ കോളം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ടൈമിൽ ഏത് ഡേറ്റിലാണ് നിങ്ങൾ കോൾ ചെയ്തത് എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഡയൽ ചെയ്തതാണോ മിസ് കോളാണോ ഒക്കെ ചെയ്തതാണോ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളിവിടെ ഏറ്റവും മുകളിൽ ഷെയർ എന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഷെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് മീഡിയ ഉപയോഗിച്ചിട്ടും എവിടെ വേണമെങ്കിലും വാട്സപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇത് നിങ്ങളുടെ മൊബൈലിൽ എവിടെയാണ് സേവ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ E2PDF എന്നൊരു ഫോൾഡർ ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ എൻ്റെ പേരിൽ ഒരു PDF ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു PDF ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ ഇത് സേവായി കിടക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു സെഗ്മെൻറ്റിൽ നമുക്കൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.